ജമ്മു കാശ്മീരിലെ നൌഗം സ്ഫോടനത്തിൽ ചോദ്യങ്ങളുമായി CPIM MLA മുഹമ്മദ് യൂസഫ് താരിഗാമി. സ്ഫോടക വസ്തു നൌഗാം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്, ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വമെന്ന് വ്യക്തമാക്കണമെന്നും തരിഗാമി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചിലർ ഭീകരവാദത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ട് ഡോക്ടർമാരെ മുഴുവൻ സംശയത്തിന് നിഴലിൽ നിർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും തരിഗാമി പറഞ്ഞു. Why this explosive material, as claimed by the authorities, was brought here? It could have been examined at the site where it was placed there, and Faridabad, it could have been diffused there. It could have been whatever the procedures were to be followed, those could have been followed there itself. Now again, there's a huge cry about white-collar doctors. We have a history that our doctors have earned a good name at the national level as far as their efficiency, capacity is concerned. So now it's not every doctor. Some elements going here and there are getting misled by the terrorist network which are operative elsewhere. So that does not mean whole community of doctors is to be blamed or harassed. നമുക്കിപ്പം പിയാസുനിലുണ്ട്. പിയാസുനിൽ, നൌഗാമിൽ നിന്ന് പിയാസുനിൽ മടങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കൂടി അവിടെ നമ്മൾ കേട്ടു. അതുപോലെ തരിഗാമിയുടെ ചോദ്യങ്ങളടക്കം പ്രസക്തമാണ്. ചില കാര്യങ്ങൾ നമുക്ക് ദേശീയ സുരക്ഷയെ മുൻനിർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും തരിഗാമി അടക്കമുള്ളവരുടെ ചില സംശയങ്ങൾ ഇപ്പോഴും വാലിഡാണ്. എന്തുകൊണ്ട് ഈ സ്ഫോടക വസ്തു ശേഖരം നൌഗാമിൽ എത്തിച്ചു, കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് എത്തിക്കുമ്പോൾ മതിയായ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു? ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രസക്തമാണ് അല്ലേ പിയാസുനിൽ? അരുൺ, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ജമ്മു കാശ്മീരിലെ ഏക CPIM MLA ആയ മുഹമ്മദ് യൂസഫ് താരിഗാമി ഉയർത്തുന്നത്. ഏതായാലും ഈ വിഷയം വളരെ ശക്തമായി തന്നെ ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയമായി ഉയർത്തും എന്നുകൂടി മുഹമ്മദ് യൂസഫ് താരിഗാമി പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭീകരവാദത്തെ, എല്ലാ ഭീകരവാദത്തിനും ഒരു നിറമാണുള്ളത്. അതുകൊണ്ട് ഭീകരവാദത്തെ ശക്തമായി അടിച്ചമർത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും ഭീകരവാദം ഈ വിഷയത്തിന്റെ പേരിൽ ഈ മൊത്തത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ള വൈറ്റ് കോളർ ടെറർ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായത്തിന്റെ പേരിൽ മൊത്തത്തിൽ ഡോക്ടർമാരെ ആകെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന സാഹചര്യം ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഗുണകരമാകില്ല എന്നാണ് മുഹമ്മദ് യൂസഫ് താരിഗാമിയുടെ അഭിപ്രായം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത 350 കിലോ സ്ഫോടക വസ്തു ഏത് സാഹചര്യത്തിലാണ് നൌഗാം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണ്. കാരണം ഈ നൌഗാം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് 100 വീടുകളുള്ള ഒരു ഏരിയയിലെ മധ്യഭാഗത്താണ്. അപ്പോൾ അങ്ങനെ വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് 350 കിലോ സ്ഫോടക വസ്തു കൊണ്ടുവന്ന് എന്തിനു സൂക്ഷിച്ചു എന്ന കാര്യത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും തുടക്കം മുതൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഉത്തരവാദപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുകൂടി മുഹമ്മദ് യൂസഫ് താരിഗാമി ആവശ്യപ്പെടുകയാണ്. മൂന്നാമതൊരു വിഷയം അദ്ദേഹം ചോദ്യമായി ഉന്നയിക്കുന്നത് ഈ ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ ആർക്കെങ്കിലുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെ ആകെ ശിക്ഷിക്കുകയും അവരുടെ വീടുകൾ ഇടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നത് ഭീകരവാദം വർദ്ധിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന എത്രത്തോളം ഗുണകരമാകും എന്നത് പരിശോധിക്കണം. അപ്പോഴും ഭീകരവാദത്തെ ശക്തമായി അടിച്ചമർത്തണം. ഭീകരവാദം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് എന്ന് മുഹമ്മദ് യൂസഫ് താരിഗാമി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ തന്നെയാണ് മുഹമ്മദ് യൂസഫ് താരിഗാമി ഉയർത്തുന്നത്. അത് രാഷ്ട്രീയമായി ജമ്മു കാശ്മീരിൽ ഉയർത്തും എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. താങ്ക് യു. പിയാസുല്ലാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട് ചോദ്യങ്ങൾ നൌഗാം അവശേഷിപ്പിക്കുന്നുണ്ട്, ചെങ്കോട്ട സ്ഫോടനവും അവശേഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അന്വേഷണ സംഘം ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാം. തരിഗാമി പറഞ്ഞതുപോലെ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ഡോക്ടർമാരെയും സംശയത്തിന് നിലയിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ മാത്രം സംശയത്തിന് നിലനിർത്തുന്നത് ശരിയല്ല എന്നുള്ളതിനോട് നമ്മൾ 100% യോജിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. ഇതിൽ താല്പര്യമുള്ള ആളുകൾ ഇതിനിടയിൽ സ്ലീപ്പർ സെല്ലുകളായിട്ട് നുഴഞ്ഞു കയറും എന്നുള്ളതാണ്. അവരെ കണ്ടെത്തുകയാണ് ഏറെ ദുഷ്കരമായ കാര്യം. അതെല്ലാ ലോകരാജ്യങ്ങളിലും അങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. LTTയുടെ കാര്യത്തിൽ പറഞ്ഞു, അയർലൻഡിൽ സംഭവിക്കുന്നത് പറഞ്ഞു, ഇന്ത്യയിൽ സംഭവിക്കുന്നത് പറഞ്ഞു. ഈ പല ഇടങ്ങളിലും പല രീതിയിലാണ് ഇവരുടെ മോഡസ് ഓപ്പറാൻഡി അഥവാ പ്രവർത്തന രീതി.